ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കൽപ്പാത്തി തേരിന് വിശേഷങ്ങൾ കാണാം. കൽപ്പാത്തി തേരിൻ്റെ രണ്ടാം നാളായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വഴിയോര കച്ചവടക്കാർ കളിപ്പാട്ടങ്ങളും ഫാൻസി ഐറ്റംസും ബലൂണുമായി രണ്ട് സൈഡിൽ നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നോക്കി ഞങ്ങൾ കുറച്ചു നേരം നടന്നു. അങ്ങനെ നടന്നതിന് ശേഷം ഞങ്ങളൊരു തേരിൻ്റെ അടുത്തെത്തി. തേര് സച്ചുവിന് വലിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ സച്ചു ആദ്യമായിട്ടാണ് വലിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 2-3 വർഷം തേരിന് വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെ വലിച്ചിട്ടില്ല. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായി, ആദ്യമായിട്ടാണ് വലിക്കുന്നത്. അങ്ങനെ വലിക്കാൻ അവനും കൂടെ കൂടി. എന്തായാലും നിങ്ങളും ഒരിക്കലെങ്കിലും ഈ തേര് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരിക്കലെങ്കിലും വരിക, തേരൊക്കെ ഒന്ന് വലിക്കുക, ഒരു സന്തോഷം. തേര് വലിച്ചതിന് ശേഷം ഞങ്ങൾ തേരിൻ്റെ പുറകുവശത്തേക്ക് പോയി. ആ സമയത്താണ് ആനനെ കാണുന്നത്. നമ്മൾ തേര് വലിക്കുന്നതിനോടൊപ്പം ആന തള്ളി സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് തേര് വലിക്കുന്നത് കേട്ടോ. ചില തേരുകളിൽ ആനയ്ക്ക് പകരം JCB ഉപയോഗിക്കുന്നുണ്ട്. ഈ തേരിൽ JCB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. പാപ്പിയും പ്രിയയാണ് അമ്പലത്തിനുള്ളിലേക്ക് ചെന്നത്. ഞാനും സച്ചും പുറത്തു നിന്നു. അവർ പ്രാർത്ഥിച്ച് വരാൻ കുറച്ച് പോസ്റ്റായി, കുറച്ച് ടൈം എടുത്തു. ഞങ്ങളൊരു 20 മിനിറ്റോളം പുറത്തു നിന്നു. അവർ വന്നതിന് ശേഷം ഞങ്ങൾ അഗ്രഹാരങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നടന്നു കേട്ടോ. പഴയ തനിമ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് പല അഗ്രഹാരങ്ങളെന്നല്ല, എല്ലാ ആഗ്രഹങ്ങളും അത്യാവശ്യം ആ പഴയ തനിമേനെ നിലനിർത്തിയിട്ടുണ്ട്. പുതിയതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ അഗ്രഹാരങ്ങൾ കാണുന്ന ഇടയ്ക്ക് ഒരു തേര് വലിക്കുന്ന കയർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കയറായിരുന്നു. പക്ഷേ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾ അറിയുന്നവർ പറയാം, ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഒരു തേര് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ആ തേരിൻ്റെ അടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ. അതിനുശേഷം നേരെ ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാമെന്നൊരു പ്ലാന്. അത് പാപ്പിക്കുട്ടിക്ക് ഒരേ നിർബന്ധം, കുറച്ച് അതിൽ നടക്കണു. അതുകൊണ്ട് പാപ്പിക്കുട്ടിക്ക് ഐസ്ക്രീം കഴിക്കണം എന്നൊരു ആഗ്രഹം. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളിതാ കുറച്ച് നടന്നു. അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലത്തേക്കാണ് പിന്നെ പോയത്. തേര് വലിക്കുന്നതിനിടയിലേക്കാണ് പോയത്. പക്ഷേ അവിടെ ഒരു 1 മണിക്കൂർ ബ്ലോക്കായി. കാരണം അത്രയും തിരക്കായിരുന്നു. അങ്ങോട്ട് വരുന്നവർ ഇങ്ങോട്ട് വരുന്നവരായതുകൊണ്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റിയില്ല. ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ബ്ലോക്കിൽ പെട്ടു. അത് കഴിഞ്ഞ് ഇറങ്ങിയ വഴിക്ക് എല്ലാവർക്കും നല്ല ടയേർഡും വിശപ്പുമായി. അതുകൊണ്ട് തന്നെ ചില്ലി ഗോബി കഴിക്കാമെന്ന് വിചാരിച്ച് 2 ചില്ലി ഗോബി ഓർഡർ ചെയ്ത് അഗ്രഹാരത്തിന് മുന്നിലിരുന്ന് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നല്ല സമാധാനത്തിൽ ഞങ്ങളത് കഴിച്ചു. പാപ്പിക്കുട്ടിയോട് ചോദിച്ചു എങ്ങനെ ഗോബി ചില്ലി ഉണ്ട് വെച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. സച്ചുവിനും പാപ്പിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല വിശപ്പും കൂടിയാണ്. അവിടെ നിന്ന് നേരെ ബലൂണൊക്കെ മേടിച്ച് ഭയങ്കരമായ സന്തോഷത്തിലാണ് പാപ്പി. പക്ഷെ അത് അധികകാലം നീണ്ടു നിന്നില്ല, പെട്ടെന്ന് പൊട്ടിപ്പോയി. 10 രൂപയുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ വലിയ നഷ്ടം ഫീൽ ചെയ്തില്ല, നന്നായിട്ടുണ്ടായിരുന്നു സാധനം. പിന്നെ അങ്ങനെ ബാഗ് മേടിക്കാമെന്ന് വിചാരിച്ച് ബാഗ് മേടിക്കാനുള്ളതിൽ ചെറിയൊരു കശപിശയായി. എങ്കിലും കുഴപ്പമില്ല, പാപ്പിക്ക് ഇഷ്ടപ്പെട്ട തന്നെ മേടിച്ചു. പ്രിയ പറഞ്ഞു രണ്ടാൾക്ക് യൂസ് ചെയ്യാലോ, വേറെ ബാഗ് മേടിച്ചത്. പക്ഷെ പാപ്പി സമ്മതിച്ചില്ല. പാപ്പിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ പാപ്പി മേടിച്ചു. അതിനിടയിൽ ഒരു പയ്യൻ വേഷമൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ ഒപ്പം ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് പിന്നെ കുറച്ച് പൈസ കൊടുത്ത് പിന്നെ അതിനുശേഷം ഞങ്ങൾ കൽപ്പാത്തി തേരിൻ്റെ അവിടെ നിന്ന് നേരെ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടലിലെത്തി മെനു ഒക്കെ മേടിച്ച് ഓർഡർ ചെയ്യാനുള്ള പരിപാടിയിലാണ് പ്രിയ. പക്ഷെ എന്ത് മെനു മേടിച്ചാലും നമുക്കറിയാലോ, ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ അൽഫാം മന്തി. ഇപ്പോൾ പിന്നെ മന്തി ആയതുകൊണ്ട് മന്തി ഓർഡർ ചെയ്തു. അങ്ങനെ മന്തിയും ലൈമൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ അവസാനം വീട്ടിലേക്കുള്ള പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോ അവസാനിക്കണം. എന്തായാലും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.